എനിക്കുണ്ടല്ലോ ഞാനും എന്റെ ജാനുക്കുട്ടിയും കൂടിയിട്ട് ഒരുമിച്ച് ഇതുപോലെ ഗെറ്റ് റെഡി എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താ വെച്ചാൽ അവളെ പ്രഗ്നന്റ് ആയപ്പോ തൊട്ടേ ഉള്ള ആഗ്രഹമാണ് എനിക്ക് ഒരു പെൺകുട്ടിയാവണം ഇതുപോലെ ഒരുമിച്ച് ഒരുങ്ങണം എന്നുള്ളത്. ഞാൻ മുമ്പും ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുങ്ങിയിട്ട് ഇന്ന് പോട്ടയിലേക്ക് പോവാൻ പോവാണ് കേട്ടാ. നമ്മുടെ ജാനുക്കുട്ടിക്ക് ആണെങ്കിലേ ഒരുപാട് കണ്ണെഴുതന്തോ പിരുകൻ എഴുതന്തോ അതുപോലെ കുറെ തലയിൽ കെട്ടി പൂട്ടി വെക്കെന്തോ അതൊന്നും വലിയ ഇഷ്ടമില്ല കേട്ടാ. സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ കുട്ടിക്ക് ഇഷ്ടമുള്ളൂ. കഴിഞ്ഞ ദിവസം എന്റെ ഫ്രണ്ട് ദേവഗംഗ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ജാനുവിന് ഗിഫ്റ്റ് ചെയ്ത കുറച്ച് സംഭവങ്ങളാണ് ഈ കുട്ടി തലയിൽ മാറി മാറി വെച്ച് നോക്കിക്കൊണ്ടിരിക്കണേ കേട്ടാ. നമ്മുടെ ഇൻസ്റ്റഗ്രാമില് കാളിന്തി ബൈ ദേവ എന്ന് പറഞ്ഞിട്ട് ദേവഗംഗയ്ക്ക് ഒരു പേജ് ഉണ്ട് കേട്ടാ. അതിൽ നോക്കി കഴിഞ്ഞാൽ ഇതിലും വെറൈറ്റി ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ കാണാട്ടാ. കൂടുതലും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന സംഭവങ്ങളാണ് കേട്ടാ. ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള സംഭവങ്ങൾ. അങ്ങനെ അതിൽ നിന്ന് ഓരോന്നും മാറി മാറി വെച്ച് നോക്കി ജാനുവിന് ഇഷ്ടമുള്ള 2-3 ക്ലിപ്പൊക്കെ കുത്തിയിട്ട് ഞങ്ങളെ ഇറങ്ങാൻ പോവാണ് കേട്ടാ. ഇന്നത്തെ ദിവസം ഞാനും ജാനും ഫ്രീ ആണ്. പ്രശാന്തേട്ടൻ വർക്ക് സൈറ്റിൽ പോയി വൈകുന്നേരം എത്തുള്ളൂ. നാമശിവനാണെങ്കിൽ ഇന്ന് ക്ലാസ് ഉണ്ട്. അപ്പൊ എന്തായാലും കല്യാണമൊക്കെ വരികയല്ലേ, വീട്ടിലേക്ക് ഒന്ന് പോയിട്ട് വരാന്ന് വിചാരിച്ചു കേട്ടാ. അങ്ങനെ നമ്മൾ നമ്മുടെ പോട്ടെത്തി മക്കളെ. എന്റെ സ്വന്തം പേരിലുള്ള എന്റെ സ്ഥലത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് മക്കളെ പോട്ട. ഭയങ്കര പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. എന്റെ വീടിന്റെ മുൻവശാണ് ഈ കണ്ടുകൊണ്ടിരിക്കണേ. എപ്പോഴും വെള്ളമുള്ള ഒരു തോടുണ്ട് കേട്ടോ ഞങ്ങളുടെ വീടിന്റെ മുമ്പിൽ തന്നെ. ആ പാലം കടന്നിട്ട് വേണം നമുക്ക് ഈ നടവഴിയിലേക്ക് കടക്കാനായിട്ട് കേട്ടാ. ആ നടവഴി കഴിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഭയങ്കര ഭംഗിയായിട്ട് പച്ച പരവതാനി വിരിച്ച പോലെ കിടക്കുന്ന പാടാണ് കേട്ടാ. ഇപ്പൊ വലിയ കാര്യമായിട്ട് കൃഷിയൊന്നും നടക്കണില്ല, എന്നാലും അത് കാണുമ്പോൾ ഒരു സുഖം വേറെ തന്നെയാണ് കേട്ടാ. എല്ലാരും കൂടി എന്നെ കൂട്ടിലിട്ടേക്കാ. ലേലു അല്ലു ലേലു അല്ലു എന്നെ അഴിച്ചുവിട്, ഞാൻ ഒന്നും ചെയ്യില്ല, മിടുക്കനായിട്ട് നിന്നോളാന്നും പറഞ്ഞിട്ട് ഞങ്ങളുടെ മുകിലുകുട്ടൻ കുറെ നേരമായിട്ടാ എന്നോട് ഡോറ് തുറക്കാൻ പറയണു. അതിനുവേണ്ടി അവൻ ഇരുന്നും കിടന്നും ഷേക്കേണ്ടി തന്നും ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടാ. ഞാൻ കുളിച്ചിട്ടില്ലേ എന്നെ വീഡിയോയിൽ കാണിക്കല്ലേ എന്നും പറഞ്ഞ് ഞാൻ വന്നപ്പോ തൊട്ട് മാറി നടക്കാണ് കേട്ടോ അമ്മ. എന്നാ പിന്നെ ഇപ്പൊ ശരിയാക്കി തരാന്നും പറഞ്ഞിട്ട് അമ്മയുടെ പിന്നാലെ ഞാനും ഉണ്ട് കേട്ടാ. ഞങ്ങള് വന്നപ്പോ തൊട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റാണ്ടേ നമ്മുടെ മുകിലിനെ ഇരിക്കപ്പുറതി ഇല്ല കേട്ടാ കൂട്ടില്. അപ്പൊ ഒന്ന് വിടമ്മേന്ന് പറഞ്ഞപ്പോ അമ്മ വിട്ടതാണ്. ആൾ ഓടി വന്നിട്ട് ഞങ്ങളുടെ അടുത്തുള്ള സ്നേഹപ്രകടനാണ് കേട്ടോ ഈ കണ്ടോണ്ടിരിക്കണേ. ഇവനിങ്ങനെ മേത്ത് കയറണ കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കരുത്, കുറെ നാളുകളായിട്ട് കാണാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആൾ ആരുടെയും മേലൊന്നും കേറില്ല കേട്ടാ. പിന്നെ അവനെ ചട്ടം പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ഇരിക്കലും കിടക്കലും കൈതരലെല്ലാം അമ്മ കാണിച്ചു തന്നു കേട്ടാ. കുഞ്ഞായിരുന്നപ്പത്തെ പോലെയല്ല ചേച്ചി, എനിക്കിപ്പൊ ഇവർ അതിർത്തിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഉള്ളിലോട്ട് കയറാൻ എനിക്ക് അനുവാദം ഇല്ല എന്ന് പറഞ്ഞ് പുറത്ത് തന്നെ ഇരിക്കുകയാണ് കേട്ടോ നമ്മുടെ മുകിലൊക്കെ വന്നത് ഇപ്പോഴല്ലേ. പണ്ടേ ഇവിടെയുള്ള ആള് ഞാനാണ്, എന്നെയും കൂടി ഒന്ന് മൈൻഡ് ചെയ്യുന്നു പറഞ്ഞ് സ്കൈയും ഇരിക്കുന്നുണ്ട് കേട്ടാ. കൈലാസത്തിലെ ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടാ.